ഇത്രയും പണിയുള്ളൊരു സെക്കൻഡ് സാറ്റർഡേ, അയ്യോ, ആശിച്ച് മോഹിച്ചൊരു സെക്കൻഡ് സാറ്റർഡേ കാത്തിരുന്നപ്പോഴത്തേക്കും പണിയോട് പണിയായിരുന്നു ഗൈസ്. രാവിലത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അച്ഛൻ ചെറിയൊരു പ്ലോട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് പോയി നോക്കാനായിട്ട് പോയതിന് ശേഷം മക്കളെ രണ്ടുപേരെയും സ്കൂളിലാക്കി. അതിനുശേഷം ഞാനൊന്ന് ജിമ്മിലോട്ട് കയറി. ജിമ്മിൽ കയറി ജസ്റ്റ് ഒന്ന് കാർഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അരിയൊക്കെ പൊടിപ്പിക്കാനുണ്ടായിരുന്നു. അരി പൊടിപ്പിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു. മോന് ഡാൻസ് പ്രാക്ടീസ് നേരത്തെ കഴിഞ്ഞത് കാരണം അവനെ വിളിച്ച് ചെറിയൊരു ചായയും സ്നാക്സൊക്കെ മേടിക്കാൻ കൊണ്ടുപോയി. അത് മോൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പുണ്ട്. അവിടെ പോയി ഒരു സെറ്റ് ചപ്പാത്തിയും ഒരു ഇലയപ്പമൊക്കെ മേടിച്ചായിരുന്നു. ഇലയപ്പമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല തേങ്ങയൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നൂലുകെട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീടിനടുത്ത് തന്നെ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയായി. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, എൻ്റെ കസിൻ എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ കൊടുത്ത് ഒരു ഫ്ലെയർ മോഡൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടത്. ഓക്കെ, അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഫംഗ്ഷന് പോയി. ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. LKG UKG 4th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളാണ്. അതിപ്പോൾ സ്കൂളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ഫങ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നു, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. മോൻ അമ്മ LKGയിലും UKGയിലും ഒക്കെ പഠിച്ച ക്ലാസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും മോളുടെ ഡാൻസ് കഴിഞ്ഞു. അപ്പം അവളെ വിളിച്ചിട്ട് ഒരു ചായയോ ജ്യൂസോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കവടിയാറുള്ള മലബാർ ബൈറ്റ്സിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് ഒരു വാട്ടർമെലൺ ജ്യൂസും ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം സ്നാക്സായിട്ട് മോൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ മോനൊരു ഡോണറ്റ് മേടിച്ച് കൊടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ പതുക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് പതുക്കെ ഞങ്ങൾ നേരെ വട്ടിയൂർക്കാവിലോട്ട് പോയി. വട്ടിയൂർക്കാവ് സമന്വ എന്ന് പറയുന്നൊരു ഫാൻസി ഷോപ്പിലാണ് പോയത്. മോൾക്ക് ഡാൻസിൻ്റെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയമെടുത്ത് അതൊക്കെ നോക്കി. പിന്നെ വീട്ടിലൊരു ക്ലോക്ക് കേടായിരിക്കുമായിരുന്നു. ഒരു ക്ലോക്ക് മേടിച്ചു. പിന്നെ എനിക്കൊരു ചെരുപ്പ് മേടിച്ചു. ഇതെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. രാത്രിത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 9:30 ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഷുഗർ ക്രേവിങ്സ് വന്നു കേട്ടോ. അപ്പോൾ എവിടെ പോകണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ സൈൻ ലാബാൻഡിൽ ഫ്രണ്ട്സുമായിട്ട് പോയില്ലേ, ആ പ്ലേസ് സജസ്റ്റ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ അവിടെ തന്നെ പോയി. അവിടെ ചെന്ന് മോൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറാണ് സെലക്ട് ചെയ്തത്. ലോട്ടസ് ബിസ്കോഫ് ആൻഡ് ന്യൂട്ടെല്ല ഫ്ലേവറാണ് സെലക്ട് ചെയ്തത്. അത് ഞങ്ങൾ മേടിച്ച് നേരെ ഡൈനിങ് ഏരിയയിൽ പോയി അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു. സ്വീറ്റ് ക്രേവിങ്സ് എല്ലാം അവിടെ വെച്ച് തന്നെ തീർത്തു. നേരെ